എല്ലാവർക്കും നമസ്കാരം. പണ്ട് കാലങ്ങളിൽ കത്തിയുടെ പിടിക്ക് ചുറ്റ് വിളക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു തകിടാണ്. തകിട് മുറിച്ചിട്ടാണ് ചുറ്റ് ഉണ്ടാക്കുന്നത്. ചുറ്റിനു വേണ്ടി മുറിച്ചെടുക്കുകയാണ്. തട്ടിയിട്ട് അതിനെ ലെവൽ അടിക്കുകയാണ്. പണ്ട് കാലങ്ങളിലൊന്നും വെൽഡിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വെൽഡിംഗ് രീതിയാണ് ഇത്. അതിനെ ചുറ്റ് പോലെ വളച്ചെടുക്കുകയാണ്. അങ്ങനെ വളഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അതിനെ ലെവൽ ആക്കേണ്ടതുണ്ട്. ലെവലായിരിക്കുകയാണ്. അടുത്ത് നമുക്ക് ഗ്ലാസ്, കുപ്പി ഗ്ലാസ്, അതിൻ്റെ ചില്ല് പൊടിച്ചിട്ട് പൊടി ആവശ്യമാണ് ഇതിന്. അതുപോലെ തന്നെ പിച്ചള ഇതിന് ആവശ്യമാണ്. പിച്ചളയും ഇതും കൂട്ടിയാണ് നമുക്ക് വിളക്കാൻ പോകുന്നത്. ഗ്ലാസ് നന്നായി പൊടിച്ച് നൈസായി കിട്ടേണ്ടതാണ്. അടുത്തതായി പിച്ചള, അത് മുറിച്ച് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ചിറ്റാക്കിയതിൻ്റെ നമുക്ക് വിളക്കാനുള്ളതിന് ചിറ്റിൻ്റെ അകത്ത് വെക്കണം. അപ്പോൾ അത് ഉറച്ചു നിൽക്കണം, ഇല്ലെങ്കിൽ അത് താഴെ പോകും. ഇന്നത് ചൂടാക്കിയിട്ടാണ് അത് വിളക്കാൻ പോകുന്നത്. അപ്പം അത് നന്നായി സെറ്റായി നിന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ആവശ്യമാണ്. അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം കുറച്ച് ഗ്ലാസിൻ്റെ പൊടിച്ചത് കുറേശ്ശെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക്
പിച്ചള വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഗ്ലാസിന്റെ പൊടി അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. നന്നായി ചുറ്റും പൊടിയിട്ട് പിന്നെ അടുത്ത് നമുക്ക് ഉലയിൽ വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഉലയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ കളർ മാറുന്നത് കാണാം. ഒരു വെള്ള തീയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം അതിൻ്റെ അകത്ത് അത് ഉരുകുന്നുണ്ട് എന്ന്. പിച്ചളയും ഗ്ലാസ് പൗഡറും എല്ലാം ഉരുകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അത് സെറ്റായിട്ടുണ്ട്. കാരണം അതിൻ്റെ കളറ് തീയുടെ കളറ് മാറിയിട്ടുണ്ട്. ഇതാ നോക്കിക്കോളൂ, ഇപ്പോൾ കാണുന്നില്ല, ഫുള്ള് ബെൽഡായിട്ടുണ്ട്. ഇനി നമുക്ക് തണിഞ്ഞ ശേഷം മാത്രമേ അതിനെ തട്ടി ലെവലാക്കാൻ പറ്റൂ. ഇത് തണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഗ്ലാസ് പൗഡറും അതേപോലെ കുറേ സാധനങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് തട്ടി കളയേണ്ടതുണ്ട്. ഇത് നന്നായി വെൽഡായിട്ടുണ്ട്. ഇക്കാര്യമൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല. ഇത് നമുക്കൊരു വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.